ടു ബി ഹീറോ എക്സ്. എന്തുകൊണ്ട് ആളുകൾ സോളോ ലെവലിംഗ് പോലെ ഈ ഒരു അനിമയെ പറ്റി സംസാരിക്കുന്നില്ല? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആക്ച്വലി സോളോ ലെവലിങ്ങിനേക്കാൾ ബെറ്റർ ആദ്യത്തെ ഒരു സീസൺ വെച്ച് നോക്കുമ്പം ഇത് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇതിനകത്തെ ഈവൻ ഓരോ ക്യാരക്ടേഴ്സ്, സൈഡ് ക്യാരക്ടേഴ്സ്, ഈ ക്യാരക്ടറിനെ ഇവോൾവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്യുന്നു, അതൊക്കെ നൈസായിട്ട്, അതേപോലെ തന്നെ കിടില അനിമേഷനാണ് ഇതിനകത്തുള്ളത്. ഇപ്പം സോളോ ലെവലിംഗ് വെച്ച് കമ്പയർ ആണെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അനിമേഷനാണ് ടു ബി ഹീറോ എക്സ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു സീരീസിനായി അനിമയെ പറ്റിയിട്ട് പല ആളുകളും സംസാരിക്കുന്നില്ല. സോളോ ലെവലിംഗ് പോലെ അങ്ങനെ ഒരു പോപ്പുലറൊന്നും ആയിട്ടില്ല. പക്ഷേ പോപ്പുലറാണ്, എന്നാലും സോളോ ലെവലിംഗ് കിട്ടുന്നൊരു ഹൈപ്പ് ഉണ്ടല്ലോ. സോളോ ലെവലിംഗ് എന്ന് പറയുന്നൊരു ഹൈപ്പ് ഉണ്ട്. ആ സാധനമൊന്നും ഈ പറയുന്ന ടു ബി ഹീറോസിന് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്നൊരു ഐഡിയ ഇല്ല. 5 എപ്പിസോഡ് റിലീസായി. 5 എപ്പിസോഡും വേറെ റേഞ്ചിൽ പോകുന്ന എപ്പിസോഡാണെന്നുള്ളതാണ്. ഓരോ എപ്പിസോഡ് നമ്മൾ ഈ എപ്പിസോഡ് കുറച്ച് ഡൗൺ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ആ എപ്പിസോഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു എപ്പിസോഡ് ആർക്ക് വരെ ഭയങ്കര രസമാണ് എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവന്നൊരു കിട്ടുന്ന സാധനം ആളുകൾ ഇത് കണ്ടുവരുന്നത് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് സീസൺ ആയതുകൊണ്ടായിരിക്കും മേ ബി ഒരു ഫസ്റ്റ് സീസൺ കഴിയുമ്പോഴത്തേക്ക് ഇതിന് ഈ പറയുന്ന സോളോ ലെവലിംഗ് പോലെ ഒരു ഫാൻ ബേസ് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.